എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനെ, എന്നകൃത്യം നിമിത്തം തകർന്നോനെ, എനിക്കായി രക്ഷ നൽകിയോനെ, എന്നെ വീണ്ടെടുത്തവനെ, നിനക്കായി ഞാനിന്നെന്നും ജീവിക്കും. നിനക്കായി ഞാനിന്നെന്നും ജീവിക്കും. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവന് മുറിവേറ്റു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടു. പതിനായിരങ്ങളിൽ സുന്ദരനായ നമ്മുടെ കർത്താവ് ഇപ്പോൾ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലാത്തവനായി, കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അതിനിന്ദിതനായി ക്രൂശിൽ കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്. ആ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയത് തൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങൾക്ക് പകരമായി മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഇന്ന് പകൽ ആവർത്തിക്കുകയാണ്. ഇന്നലകളിൽ നിങ്ങൾ പലവട്ടം ഈ സന്ദേശം കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം നിത്യമായിരിക്കുന്നത് കൊണ്ട് ഇന്ന് പകലും ആ സ്നേഹം നിങ്ങളെ വിളിക്കുകയാണ്. അവൻ്റെ ശരീരം മുറിവേറ്റിരിക്കുന്നു. അവൻ്റെ ശരീരം തകർക്കപ്പെട്ടിരിക്കുന്നു. പ്രിയരെ, അത് നമ്മുടെ അതിക്രമ നിമിത്തമാണ്. നാം ചെയ്ത എല്ലാ തെറ്റുകളുടെ ശിക്ഷ ഏറ്റുവാങ്ങിയ നമ്മുടെ കർത്താവാണ്. തിരുവചനം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം, ഇപ്പോൾ സമാധാനം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്ന് പകൽ നിങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന പോലെയല്ല, ഇത് സത്യവചനമാണ്. യേശു സമാധാനമെന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിക്കുക മാത്രമല്ല കേട്ടോ, തൻ്റെ ശരീരം തകർത്ത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കിയിട്ട് അവൻ ഇന്ന് പകൽ സമാധാനം നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങൾക്ക് സമാധാനം വിശ്വസിക്കുക. അവൻ തകർക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്. അവൻ നിന്റെ രോഗം വഹിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ നീ അനുഭവിക്കുന്ന രോഗത്തിന്, ക്ഷീണത്തിന് നിന്റെ സമാധാനത്തെ കെടുത്തുവാൻ കഴിയുകയില്ല. അവൻ്റെ ശരീരം തകർക്കപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ ഏറ്റ അടിയിൽ അവിടെ ഉഴവുചാലുകൾ പോലെ കീറപ്പെട്ടപ്പോൾ അതിലൂടെ പുറത്തു വന്ന രക്തം നിങ്ങൾക്ക് സൗഖ്യം നൽകുന്ന രക്തമാണ്. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ വിടുതൽ വ്യാപരിക്കുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ രോഗം വാഴുകയില്ല, അസമാധാനം വാഴുകയില്ല, ഭയം വാഴുകയില്ല, ഇരുട്ട് വാഴുകയില്ല, നിരാശകൾ വാഴുകയില്ല. യേശുക്രിസ്തു നിങ്ങളുടെ വേദനകളെ ചുമന്നതുകൊണ്ട്, അവൻ നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചതുകൊണ്ട്, അവൻ്റെ ശരീരം തകർക്കപ്പെട്ടതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ശരീരം തകർക്കപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. പിശാച് നമ്മെ ദണ്ഡിപ്പിക്കേണ്ടതിന് പകരം യേശുവിനെ ദണ്ഡിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെ ദണ്ഡിപ്പിക്കാൻ ദൈവം സമ്മതിക്കില്ല. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സൗഖ്യം. വിശ്വസിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അത് നിങ്ങളിൽ വ്യാപരിക്കുകയാണ്. വിശ്വാസത്തോടെ, വചനത്തോടെ പ്രതികരിക്കുക.
ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.